അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 7ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 5ാമത്തെ പാഠമാണ് നാം നോക്കുന്നത്. അദ്ദർസ് ഖാമിസ് ഖുദൂ സീനതക്കും. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വസ്ത്രം സമ്മാനിച്ചു. ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ധരിപ്പിച്ചു. ഞാൻ അതെൻ്റെ ഭാര്യയ്ക്ക് നൽകി. ആ വസ്ത്രം ധരിക്കുന്നത് കാണുന്നില്ലല്ലോ. ഞാൻ അത് ധരിക്കാതെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അത് ഭാര്യയ്ക്ക് നൽകി യാ റസൂലല്ലാഹ്. ഞാൻ മറുപടി പറഞ്ഞു, അത് മാത്രം ധരിച്ചാൽ ശരീരത്തിൻ്റെ രൂപം നിഴലിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു അടിയുടുപ്പ് കൂടെ ധരിക്കാൻ അവളോട് കൽപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔറത്ത് മറയാതെ വസ്ത്രം ധരിക്കുന്ന, ചാഞ്ഞും ചെരിഞ്ഞും പുരുഷന്മാരെ ആകർഷിച്ചും നടക്കുന്ന, ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ തലമുടി കെട്ടുന്ന ഒരു വിഭാഗം സ്ത്രീകൾ എൻ്റെ ഉമ്മത്തിലുണ്ടാകും. അവരെ ഞാൻ കാണാതിരിക്കട്ടെ. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല. ഔറത്ത് പുറത്ത് കാണിക്കലും ഔറത്ത് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിക്കലും കുറ്റകരമാണ്. ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. തൊലി നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. അവയവങ്ങളുടെ വലിപ്പം കാണിക്കുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കരുത്. മറ്റൊരാളുടെ ഔറത്ത് നോക്കൽ ഹറാമും ആവശ്യമില്ലാതെ സ്വന്തം ഔറത്ത് നോക്കൽ കറാഹത്തുമാണ്. നിസ്കരിക്കുന്ന വേളയിൽ സ്വന്തം ഔറത്ത് നോക്കിയാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിലും പുറത്തും പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ഇരുഗുഹ്യങ്ങളുമാണ് അവൻ്റെ ഔറത്ത്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുൻകൈയും മുഖവുമല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളുമാണ്. അന്യപുരുഷന്മാരുടെ അടുത്ത് അവളുടെ ശരീരം മുഴുവനും ഔറത്താണ്. മഹ്റമിൻ്റെ അടുത്തും ആരുമില്ലാത്ത സ്ഥലത്തും മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് അവളുടെ ഔറത്ത്. വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രമാണ് പുരുഷന് ഏറ്റവും ഉത്തമം. വസ്ത്രം ഞെരിയാണിക്കു താഴെ വരുന്ന നിലയിൽ ധരിക്കലും ഷർട്ടിൻ്റെ കഫ് മണിബന്ധത്തെ വിട്ടുകടക്കുന്ന നിലയിൽ ഇറക്കിയിടലും പുരുഷന് കറാഹത്താണ്. അഹങ്കാരത്തോടെയാണെങ്കിൽ ഇത് ഹറാമാണ്. പട്ട് വസ്ത്രം ധരിക്കലും വിരിച്ച് ഉപയോഗിക്കലും അതുകൊണ്ട് തണൽ കൊള്ളലും പുരുഷന്മാർക്ക് ഹറാമാണ്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുവദനീയമാണ്. പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. അന്യ മതസ്ഥരുടെ ആചാരവേഷങ്ങൾ ധരിക്കുന്നതും ചീത്തയാളുകളുടെ വേഷവിധാനങ്ങൾ അനുകരിക്കുന്നതും തെറ്റായ കാര്യമാണ്. നജസല്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളും ക്രീമുകളും ഭർത്താക്കന്മാർക്കു വേണ്ടി സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ വുളൂഉം കുളിയും ശരിയാകാത്ത രീതിയിൽ വെള്ളം ചേരാത്ത ക്രീമുകളും മറ്റും ഉപയോഗിക്കാൻ പാടില്ല. പച്ച കുത്തുന്നതും കൺപുരികം പ്ലക്ക് ചെയ്യുന്നതും തെറ്റാണ്. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ പൂർണ്ണ ഹിജാബിലാണ് പോകേണ്ടത്. അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന സുഗന്ധമോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഉപയോഗിക്കാൻ പാടില്ല. യാത്ര പോകുമ്പോൾ മഹ്റമിൻ്റെയോ ഭർത്താവിൻ്റെയോ കൂടെയാണ് പോകേണ്ടത്. ഫിത്ന ഭയക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഖാമിസ് ഖുദൂ സീനതക്കും. നസ്വിലു ചേരുമ്പടി ചേർക്കുക. 1. മറ്റൊരാളുടെ ഔറത്ത് നോക്കൽ. ഉത്തരം ബി ഹറാം. 2. ആവശ്യമില്ലാതെ സ്വന്തം ഔറത്ത് നോക്കൽ. ഉത്തരം ഡി കറാഹത്ത്. നിസ്കാരത്തിൽ ഔറത്ത് മറക്കൽ. ഉത്തരം എ വാജിബ്. 4. സ്ത്രീകൾ പട്ടുവസ്ത്രം ധരിക്കൽ. ഉത്തരം സി ഹലാൽ. ഇനി നക്തുബുൽ ഹുക്കുമ വിധി എഴുതുക. 1. പുരുഷൻ അഹങ്കാരത്തോടെ വസ്ത്രം ഞെരിയാണിക്കു താഴെ ഇറക്കൽ ഹറാം. 2. നഖങ്ങളിൽ ക്യൂടെക്സ് ഇടൽ ഹറാം. 3. ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്ത്രീകൾ ക്രീമുകൾ ഉപയോഗിക്കൽ ഹലാല് ജായിസ്.
ഇനി നുക്കമ്മിൽ പൂരിപ്പിക്കുക. ഫിത്തന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ്. 2 പൂർണ്ണ ഡേഷിലാണ് സ്ത്രീകൾ പുറത്തു പോകേണ്ടത്, ഹിജാബിലാണ്. 3 നിസ്കാരത്തിൽ സ്വന്തം ഔറത്ത് നോക്കിയാൽ നിസ്കാരം ബാത്തിലാകും. ഇനി അവിടെ കാണാം ഈ 4ാമത്തെ വർക്ക് നക്തുബ് ഫിഖ്റ, ഒരു ഗണ്ണിക എഴുതുക. സ്ത്രീകളുടെ വസ്ത്രധാരണം. തൊലി നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. അവയവങ്ങളുടെ വലിപ്പം കാണിക്കുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കരുത്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുൻകൈയും മുഖവുമല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളുമാണ്. അന്യപുരുഷന്മാരുടെ അടുത്ത് അവളുടെ ശരീരം മുഴുവൻ ഔറത്താണ്. മഹറമിൻ്റെ അടുത്തും ആരുമില്ലാത്ത സ്ഥലത്തും മുട്ടുപൊക്കളിൻ്റെ ഇടയിലാണ് അവളുടെ ഔറത്ത്. ഇനി തഖ്സീസ് കാണാം. ഇസ്ലാമിലെ വസ്ത്രധാരണം എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.